Morning. കഴിഞ്ഞ ദിവസം നമ്മള് മോർച്ചറി സർവീസില് ഫങ്ഷണൽ ഏരിയാസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഇതിനകത്ത് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഏതായിരുന്നു ഫങ്ഷണൽ ഏരിയയിൽ വരുന്നത്? പാർക്കിംഗ് വിത്ത് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ പോർച്ച്. അപ്പൊ ആ മോർച്ചറിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മള് പാർക്കിംഗ് ആംബുലൻസ് ഒക്കെ വന്ന് നിൽക്കാനായിട്ടുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റി അവിടെ വേണം. അത് 18 മീറ്റർ സ്ക്വയർ ഉള്ള ഒരു പാർക്കിംഗ് ഏരിയ അവിടെ വേണം. പിന്നെ അത് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? കവർ ചെയ്തിരിക്കണം അല്ലെ. കവർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ ബോഡിയൊക്കെ നമ്മൾ ആംബുലൻസിലേക്ക് കയറ്റുമ്പോഴും ഒക്കെ മഴയോ അല്ലെങ്കിൽ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അത് ബോഡിയിൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് അത് കവർ ചെയ്തിരിക്കണം എന്നാ പറഞ്ഞേക്കണേ. പിന്നെ ഇതുപോലെ പറഞ്ഞേക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു അഡ്ജസ്റ്റന്റ് ഏരിയ അവിടെ എന്ന് വെച്ചാൽ ഒരു സ്ക്രീനിങ്ങും കൊടുക്കണം എന്ന് വെച്ചാൽ എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കരുത്. അതായത് നമ്മള് എല്ലാവരും പോണ വഴിയും ഒക്കെ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ ആണല്ലോ ഒരു ബോഡി കാണുക എന്നുള്ളത്. അതുകൊണ്ട് ഒരു ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് മറച്ചിരിക്കണം. പിന്നെ അത് ആ സെക്കൻഡറി റോഡ് അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് അത് ഒരു എക്സിറ്റും വേണമെന്നാ പറഞ്ഞത്. സബ്സിഡി റോഡിലേക്ക് ഒരു വഴിയും വേണം. അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇപ്പൊ അതിനകത്ത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ആംബിൾ പാർക്കിംഗ് ഏരിയ വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് എബൌട്ട് 18 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ എന്ന് പറഞ്ഞത് റിസപ്ഷൻ ആണ്. റിസപ്ഷൻ എന്ന് പറഞ്ഞ എന്താ? ദ പ്ലേസ് വെയർ ബോഡീസ് ആർ ഒബ്സർവ്ഡ് ആൻഡ് ഡോക്യുമെന്റ്സ് എക്സാമിൻഡ്. It should be easily reachable and approachable. ഇപ്പൊ രണ്ടാമത്തെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ വേണം. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസ് ഒക്കെ ഒബ്സർവ് ചെയ്യാനും അവിടുത്തെ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ ഓരോ ഡെഡ് ബോഡി അവർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് എന്ത് വേണം? ഒരു റിസപ്ഷൻ വേണം. അത് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ. പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതും ആൻഡ് അപ്രോച്ചബിൾ. അപ്രോച്ചബിൾ എന്ന് വെച്ചാൽ സമീപിക്കാൻ പറ്റുന്നതും ആയിരിക്കണം എന്ന് ആ റിസപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ. ഓക്കെ, അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ദ പ്ലേസ് വെയർ ബോഡീസ് ആർ ഒബ്സർവ് ആൻഡ് ഡോക്യുമെന്റ് എക്സാമിൻഡ്. ഏത് ഏരിയ? റിസപ്ഷൻ. അത് അണ്ടർലൈൻ ചെയ്തിടാം. The place where bodies are observed and documents examined. അപ്പൊ ആ ഡെഡ് ബോഡി ഒക്കെ ഒബ്സർവ് ചെയ്യാനും പിന്നെ അതുപോലെ ഡോക്യുമെന്റ്സ് അവിടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യാനും പരിശോധിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു റിസപ്ഷൻ ഏരിയ വേണം. അതങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. ആ ഒരു സെന്റൻസ് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചിട്ട് the place where bodies are observed and document examined. ഏത് പ്ലേസ് ആണ്? റിസപ്ഷൻ ആണ്. റിസപ്ഷൻ അത് എങ്ങനെയായിരിക്കണം? നമുക്ക് പെട്ടെന്ന് ആ ഒരു ഏരിയയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്കത് അപ്രോച്ചബിൾ എന്ന് വെച്ചാൽ സമീപിക്കാൻ പറ്റുന്നതുമായിരിക്കണം. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അത് സമീപിക്കാൻ പറ്റുന്നതും എത്തിച്ചേരാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം റിസപ്ഷൻ. ഇനി അടുത്തതാണ് ട്രോളി ബേ. കേട്ടിട്ടുണ്ടോ ട്രോളി ബേ എന്ന് പറഞ്ഞത്? ഈ ബോഡീസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ട്രോളികൾ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് വെറുതെ നമുക്ക് വലിച്ചു വാരി ഇടാൻ പറ്റില്ല. ആ ട്രോളികളൊക്കെ പ്രോപ്പർ ആയിട്ട് അടക്കി വെക്കുന്ന ഒരു ഇതാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ഇസ് എ സ്ട്രക്ചർ ദാറ്റ് സ്റ്റോർസ് ട്രോളി ഇൻ എ സെക്യൂർ ലൊക്കേഷൻ. അതായത് നമ്മൾ എയർപോർട്ടിലും ഒക്കെ കാണാം ട്രോളികളൊക്കെ അടക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൊക്കേഷനെയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. ആ ട്രോളി ബേയില് ട്രോളികളൊക്കെ നമുക്ക് അടക്കി വെക്കാം. അവിടെ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ. ട്രോളി ബേ. ട്രോളി ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a structure to store stores trolleys in a secure location. In a
secure location. In a secure location. Is a structure that stores trolleys in a secure location. അതായത് ട്രോളികളെല്ലാം നമ്മൾ അടക്കി വെക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഏരിയ, അതിലെ ട്രോളികളൊക്കെ ആ ട്രോളി വേയില് നമുക്ക് ട്രോളികളൊക്കെ കറക്റ്റ് ആക്കി നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, ട്രോളി വേ എന്ന് പറഞ്ഞാൽ ഈസ് എ സ്ട്രക്ചർ that stores stores trolleys 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 in a secure location. Secure, secure secure location. Okay, the proper space needed for trolley bay is 3 meters square. Underline cheyiditto. The proper space needed for trolley bay. Trolley bay ku venda proper ഒരു സ്പേസ് എന്ന് പറഞ്ഞത് എത്ര വേണം? 3 meter square. Underline cheyiditto. 3 meter square. The trolley is used for transportation of the dead body. Dead bodies കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രോളി. ആ ട്രോളിയിൽ നമുക്ക് ബോഡീസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. Okay, underline ചെയ്തിടാം കേട്ടോ. The trolley is used for transportation of the dead body. Trolley is used for transportation of the dead body. Dead bodies transport ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രോളി എന്ന് പറയുന്നത്. അവിടെ ചോദിക്കാം ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. എന്താണ്? ട്രോളിയാണ്. ട്രോളി. It should be within the reach of the reception. എവിടെയായിരിക്കണം അത്? ആ ട്രോളി വേ സെറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കണം? റിസപ്ഷന്റെ പരിധിയിലായിരിക്കണം. റിസപ്ഷന്റെ പരിധിയിലായിരിക്കണം ആ ട്രോളി വേ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊരു റിസപ്ഷന്റെ പരിധിയിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. റിസപ്ഷന്റെ പരിധിയിലായിരിക്കണം ട്രോളി വേ സെറ്റ് ചെയ്യാനായിട്ട്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മോർച്ചറിയുടെ റിസപ്ഷൻ ഇല്ലേ, ആ റിസപ്ഷനിൽ ഒരു ട്രോളി വേ ഉണ്ടായിരിക്കണം. ഓക്കെ, മോർച്ചറിയുടെ റിസപ്ഷനില് ഒരു ട്രോളി വേ ഉണ്ടായിരിക്കണം. ട്രോളി വേ. ഇനി അടുത്തതാണ് വെയിറ്റിംഗ് ഏരിയ. A waiting room for 15 meters square is suggested for the entry to visitors and relatives. എത്ര വേണം? എത്ര അതിന്റെ സ്പേസ് പറഞ്ഞിരിക്കുന്ന വെയിറ്റിംഗ് റൂമിന്? 15 meters square. A waiting room of 15 meters square is suggested for entry to visitors and relatives. അപ്പൊ വിസിറ്റേഴ്സിനും ഡെഡ് ബോഡി ഒക്കെ വിസിറ്റ് ചെയ്യാൻ വന്നവർക്കും അവരുടെ റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കാനായിട്ട്, അവർക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡെഡ് ബോഡിയുടെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ ഒരു അത്രയും സമയം വരെ ആ വിസിറ്റേഴ്സിനും റിലേറ്റീവ്സിനൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ വേണം. ഓക്കെ, a waiting room for 15 meters square is suggested for the entry to visitors and relatives. Okay, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ആ സ്പേസ് എത്ര ആണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തിടാം. 15 meters square. ഇനി അടുത്തത് നാലാമത്തെയാണ് നമ്മൾ വെയിറ്റിംഗ് ഏരിയ പറഞ്ഞത്. അടുത്തത് സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ എന്താ? സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലെ, സൂക്ഷിച്ചു വെക്കണം. ഇപ്പൊ നമ്മളിപ്പോ എന്താ നമുക്ക് ഈ ഒത്തിരി എന്താ പറയാ, ഇപ്പൊ നമുക്ക് ആ ഒരു ശവസംസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ടൈം എടുക്കേണ്ടിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതുവരേക്കും ആ ചടങ്ങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം വരേക്കും ഒക്കെ നമുക്ക് ബോഡി അവിടെ നമുക്ക് മോർച്ചറിയിൽ വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മോർച്ചറിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി.
ഓക്കെ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ആരെങ്കിലും മരിച്ചു, അപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഗൾഫിലൊക്കെ ഉണ്ട്, പുറമേക്ക് ആണെങ്കിലും അവര് വന്ന വരേക്കും നമുക്ക് അത്രയും ഇപ്പൊ 2-3 ദിവസം വേണം. ഇപ്പൊ ക്ലോസ് ഇതാണെങ്കിൽ നമുക്ക് എന്തായാലും അവര് വരാതെ ചടങ്ങുകൾ കാര്യങ്ങൾ നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ആ 2-3 ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ അങ്ങനെ ബോഡി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമല്ലോ. ആ ഒരു സിറ്റുവേഷനിലും നമുക്ക് എന്താ ഈ മോർച്ചറിയിൽ നമുക്ക് ബോഡി സൂക്ഷിച്ചു വെക്കാം. എന്തായാലും ആ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയുള്ളതാണ് സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാ ടെമ്പറേച്ചർ വളരെ ലോ ആക്കിയിട്ട് അല്ലെ, നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ബോഡി അഴുകിപ്പോകും അല്ലെ, അത് എന്താ പറയാ ജീർണിക്കാനൊക്കെ തുടങ്ങും. അപ്പൊ നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിലേക്കായും ഒക്കെ അത് ടെമ്പറേച്ചർ അത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ചേംബർ ആണ് സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചോട്ടോ, വേറെ ഒന്നും ഡീറ്റെയിൽ പറയാനുള്ള അതിന്റെ സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ refrigerated cabins. Refrigerated, refrigerated, refrigerated cabins, cabinets, cabinets, cabinets. Low temperature refrigerated cabinets that is used to keep that are used to keep dead bodies for short or long time. കുറച്ച് സമയത്തേക്കോ അല്ലെങ്കിൽ ലോങ് ടൈം, ഒന്നുകൂടി പറയാം കേട്ടോ. നമുക്ക് കുറച്ച് സമയത്തേക്കാണെങ്കിലും ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് പീരീഡിലേക്കാണെങ്കിലും ആ ഡെഡ് ബോഡി ഒക്കെ നമ്മൾ എങ്ങനെയാ റെഫ്രിജറേറ്റഡ് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ക്യാബിനറ്റ്സ് ആണ് ഈ സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ലോ ടെമ്പറേച്ചർ refrigerated cabinets. Low temperature refrigerated, refrigerated cabinets, cabinets, that are used to keep dead bodies for short or long time. അത്രയും ഷോർട്ട് ആയിട്ട് കുറച്ച് മണിക്കൂറുകളാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്ക് ഡെഡ് ബോഡീസ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ക്യാബിനറ്റ്സിനെയാണ് ഈ സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് 2 തരത്തിലുള്ള സ്റ്റോറേജ് ചേംബർ വരുന്നുണ്ട്. അത് പോസിറ്റീവ് ടെമ്പറേച്ചർ സ്റ്റോറേജ് ചേംബർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ നെഗറ്റീവ് ടെമ്പറേച്ചറും വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ്, 2 തരത്തില് മോർച്ചറി കോൾഡ് ചേംബേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സും ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സും ഉണ്ട്. അതായത് പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അതിന്റെ ആ ഡിഗ്രി, എത്ര ഡിഗ്രിയിലാണ് ബോഡി സൂക്ഷിച്ചു വെക്കണേ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇനി പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ bodies are kept between എത്ര ഡിഗ്രിയാന്ന് നോക്കിയേ, 2 degrees Celsius and 4 degrees Celsius. കണ്ടോ, 2 degrees Celsius and 4 degrees Celsius. ഇതിന്റെ ഇടയിലാണ്, ആ ടെമ്പറേച്ചറിലാണ് ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബറിൽ ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇൻ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സ് ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ എത്രയാ, 2 degrees Celsius and
4 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ ഇടയിലായിരിക്കും ബോഡി സൂക്ഷിക്കുന്നത്. Why? This is usually used for keeping bodies for up to several weeks. Then എന്താ അതിന്റെ പർപ്പസ് നോക്കിയേ, ഇത് നമ്മള് ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറില് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന എന്തിനാ? യൂസ്ഡ് ഫോർ കീപ്പിംഗ് ബോഡീസ് ഫോർ അപ് ടു സെവറൽ വീക്സ്. ആഴ്ചകളോളം ഒക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത്രയും നാളൊക്കെ നമുക്ക് ആഴ്ചകളോളം, ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ നമുക്ക് അങ്ങനെ ബോഡി സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ യൂസ് ചെയ്യുന്നത്. നോക്കി അടുത്തൊരു പോയിന്റ് വന്നിരിക്കണ, ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡിക്കേ. ഇത് ഡിക്കേ ചെയ്യുക, ഡിക്കേ എന്ന് പറഞ്ഞാൽ അഴുകുക, അല്ലെ, ജീർണിക്കുക, അതിനെ പ്രിവെന്റ് ചെയ്യുന്നില്ല എന്നാണ്. ഡസ് നോട്ട് പ്രിവെന്റ് ഡിക്കേ. അപ്പൊ നമുക്ക് ആ ബോഡി ആ ജീർണിക്കുന്നതോ അതിനെ ഒന്നും തടയുന്നില്ല എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രീസ് ചെയ്തിട്ടല്ലല്ലോ അവിടെ. 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ബോഡി സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഈ ബോഡി പൂർണ്ണമായിട്ടും ജീർണിക്കുന്നത് തടയുന്നില്ല. അത് വൈ കണ്ടിന്യൂ അറ്റ് എ സ്ലോവർ റേറ്റ് ദാൻ അറ്റ് റൂം ടെമ്പറേച്ചർ. എന്നാൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് അവിടെ ബോഡി കീപ്പ് ചെയ്ത് വെക്കുന്നത്. ആഴ്ചകളോളം നമുക്ക് ഇങ്ങനെ ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഒരുപാട് ഫ്രീസ് ചെയ്തല്ല വെക്കുന്നത്. ഓക്കെ, ആ ടെമ്പറേച്ചർ ഒന്ന് നോട്ട് ചെയ്തിടുക. പിന്നെ ഇതെന്തിനാ ആഴ്ചകളോളം നമുക്ക് ബോഡി ഇങ്ങനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ സൂക്ഷിക്കാൻ പറ്റും. ഇത് ഡീകേ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തടയുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. പിന്നെ എന്താ അതിന്റെ ഒരു പറഞ്ഞേക്കണേ, നമ്മുടെ റൂം ടെമ്പറേച്ചറിനെക്കാളും എങ്ങനെയായിരിക്കും? സ്ലോവർ ആയിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ. Negative temperature cold chamber, the bodies are kept between -15 degrees Celsius and -25 degrees Celsius. നിങ്ങളുടെ ടെക്സ്റ്റില് മൈനസ് അവിടെ ഇല്ല, അതൊന്ന് എഴുതി ചേർത്തേക്കാം കേട്ടോ. -°C സീറോയിലും താഴെയാണ്. -15 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ബോഡി സൂക്ഷിക്കുന്നത്. കണ്ടോ? അത്രയും ഫ്രീസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ബോഡി സൂക്ഷിക്കുന്നത്. വരട്ടെ, പറയാം. ആ പാരഗ്രാഫ് വായിച്ചു വന്നേ ഉള്ളൂ കേട്ടോ. The bodies are kept at between -15 degrees Celsius and -25 degrees Celsius. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിലായിരിക്കും ഇവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. Usually used at forensic institute, particularly when a body has been identified. ഇതിപ്പോ ഇതിനകത്ത് ഇങ്ങനെ ബോഡി സൂക്ഷിച്ചു വെക്കുന്നത് ഏതാ? യൂഷ്വലി അറ്റ് എ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് ടെമ്പറേച്ചറിലാണ് ബോഡി സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, particularly when a body has been identified. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ബോഡി ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് ബോഡിയിലെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ ആ ഒരു ടെമ്പറേച്ചറിലാണ് ബോഡി സൂക്ഷിച്ചു വെക്കുന്നത്. ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചറിൽ എങ്ങനെയാ? ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ. ഫ്രോസൺ എന്ന് പറഞ്ഞാൽ മരവിക്കുക. ബോഡി ഫുള്ളായിട്ട് മരച്ചിരിക്കും, ഐസ് പോലെ ഇരിക്കും ശരിക്കും. ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ. പൂർണ്ണമായിട്ടും ബോഡി മരവിച്ചിരിക്കും. ആൻഡ് ഡീകേ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. ഡീകേ ചെയ്യുന്നത് മൊത്തമായിട്ട് എന്താ സ്റ്റോപ്പ് ആവും, തടയും. അപ്പൊ അത് എത്ര നാള് വേണമെങ്കിലും നമുക്ക് ഈ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ നമുക്ക് ബോഡി സൂക്ഷിച്ചു വെക്കാം. കുറെ മാസങ്ങളോളം ഒക്കെ നമുക്കിങ്ങനെ ബോഡി നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നെങ്കിൽ വേണ്ടി വരാണെങ്കിൽ നമുക്കിങ്ങനെ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ അവരുടെ ആ ഒരു ബോഡിയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അധികം നാള് ബോഡി സൂക്ഷിച്ചു വെക്കുന്നതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ. ഈ അടുത്തിടെ 1-2 മാസമൊക്കെ കാണും നമുക്ക് ഈ പേപ്പറിൽ ഉണ്ടായിരുന്ന ന്യൂസ് ആണ്. ഈ മഞ്ഞില് മരിച്ചു കിടന്നിട്ട് വർഷങ്ങളോളം കിടന്നിട്ട് ബോഡിക്ക് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ
ബോഡി കിട്ടി എന്ന് പറഞ്ഞ് ആരെങ്കിലും വായിച്ചാർന്ന ന്യൂസ്? യെസ്, ജസ്റ്റിന് ഉണ്ട്. ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഫീസ് ചെയ്ത് എത്ര നാള് വേണമെങ്കിലും അങ്ങനെ കിടന്നാലും ഒരു പ്രശ്നവും പറ്റൂല. എന്നുവെച്ചാൽ നമ്മൾ ഡീക്കി ആവില്ല അത്രയും ഇതില്. അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആ ഒരു ഇതിനകത്ത് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ആ 0 ഡിഗ്രി ഒക്കെ വിട്ടു പോയി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് അത്രയും ഇങ്ങനെ ഐസ് പോലെ ഇരിക്കുന്നതാണ്. അത്രയും ആ ഒരു ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി സൂക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡീക്കേ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തടയും. എത്ര നാള് വേണമെങ്കിലും നമുക്ക് ആ ബോഡി അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അവിടെ ഒരു വേർഡ് ഫോസൻ എന്നുള്ളതുണ്ട്, FROZEN. അത് മരവിക്കുക എന്നാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഫോസൺ, ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ മരവിച്ചിരിക്കും. അത്രയും തണുപ്പായിരിക്കും. അപ്പൊ ഡീക്കേ ഒന്നും ചെയ്യൂല, ഡീക്കേ ആവില്ല. ഡീക്കേ ചെയ്യുന്നത് ഫുള്ള് ഇതാക്കി വെക്കും. ഡെഡ് ബോഡി ഈ ടെമ്പറേച്ചറിലാണോ സൂക്ഷിക്കുന്നത്? ഗൾഫിൽ നിന്നുള്ളതൊക്കെയല്ലേ? അത് നമുക്ക് എത്ര നാള് ഇപ്പൊ ട്രാവലിങ്ങിനുള്ള ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ കുറച്ച ഇതിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചറിലൊക്കെ ആയിരിക്കും. ഒരുപാട് നമുക്ക് ആ ടൈം ഒക്കെ എടുക്കുവാണെങ്കിലേ, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ബോഡിയൊക്കെ അഴുകാൻ പതുക്കെ ഇതാവാൻ തുടങ്ങും. ഒത്തിരി ടെമ്പറേച്ചർ നമുക്ക് അവിടെ കൂടുതലാണെങ്കിൽ അപ്പൊ കംപ്ലീറ്റ്ലി മരവിച്ചിട്ടാണ് വരുന്നത്. ആ ട്രാവലിങ്ങിനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട്. ഓരോ ഇതിനും അതിന്റെ അനുസരിച്ച് ടെമ്പറേച്ചർ കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും മരിച്ചു കഴിയുമ്പോ ഇപ്പൊ ഫ്രീസറിൽ വെക്കൂലേ? ഫ്രീസറിൽ വെക്കാറില്ലേ? നിങ്ങൾ അത് നോക്കിയിട്ടുണ്ടോ? അതിന്റെ ഫ്രീസറിൽ വെക്കുമ്പോൾ അതിന്റെ ആ ടെമ്പറേച്ചർ ഇതൊക്കെ കാണും. അവിടെ എത്ര ഡിഗ്രിയാന്നൊക്കെ ആ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ, എത്ര ഇതിലാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അത്രയും നിങ്ങൾ ഫ്രീസറിൽ കിടന്ന ബോഡി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ? മൊബൈൽ മോർച്ചറി. ഓക്കെ, ആരെങ്കിലും അങ്ങനെ നമ്മുടെ അത്ര വേണ്ടപ്പെട്ടവര് ഇപ്പൊ എന്റെയൊക്കെ അവര് വല്യമ്മ മരിച്ചപ്പോ ഇതുപോലെ തന്നെ വൈകുന്നേരം മരിച്ചത്. അപ്പൊ പിന്നെ രാത്രി ഒന്നും ചെയ്യാൻ പറ്റില്ല, നേരെ വെളുത്തിട്ട് വേണ്ട. ഒരു 10-11 മണിയോളം ഇപ്പോഴാണ് എടുത്തത്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രീസർ കൊണ്ടിരുന്നതായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് കുളിപ്പിക്കാനായിട്ട്, അപ്പൊ ഞാനൊക്കെ ഉണ്ടായിരുന്നു കുളിപ്പിക്കാനായിട്ട്. നിന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ കുളിച്ചപ്പോ കയ്യിലൊക്കെ നമ്മൾ ബോഡിയിൽ പിടിച്ചപ്പോ എന്താ നമ്മളൊരു ഐസിൽ പിടിക്കണമല്ലേ ഇരിക്കണേ. ഒരു അത്രയും ഇങ്ങനെ ഫ്രീസ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. അത്രയും ടൈം നമ്മൾ ഇതിരിക്കല്ലേ. അങ്ങനെ അതിനകത്ത് എന്താ നമുക്ക് എത്ര ഡിഗ്രി ആ ടെമ്പറേച്ചർ എന്നുള്ളത് നമുക്ക് അവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും അങ്ങനെ. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മൾ 2 ടൈപ്പ് കോൾഡ് ചേംബർ ആണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്. അതിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ ബോഡി എത്ര ഡിഗ്രിയിലാണ് വെക്കുന്നത്? 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ബോഡി സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ആ ഡീക്കേ ആവുന്നത് ഫുള്ളായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീക്കേ. അപ്പൊ പക്ഷെ നമ്മുടെ റൂം ടെമ്പറേച്ചറിനേക്കൊക്കെ എന്താ കുറവായിരിക്കും. അത് സ്ലോവർ റേറ്റ് ദാൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇത് ആഴ്ചകളോളം ബോഡി സൂക്ഷിച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കും. ഇനി നെഗറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ ബോഡി സൂക്ഷിക്കുന്നത് എത്രയാ? -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് മൈനസ് എഴുതിക്കേ കീർത്തന. മൈനസ് ഉണ്ട് കേട്ടോ, വെറും 50 എന്നല്ല, -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല, അത് മൈനസ് എഴുതി ചേർക്കുക. ഓക്കെ, മൈനസ് എന്നുള്ള വിട്ട് കളയരുത് കേട്ടോ. അതായത് ഓപ്ഷൻ ഉണ്ടാവും അവിടെ 50 ഡിഗ്രി സെൽഷ്യസ് 25 ഡിഗ്രി സെൽഷ്യസ് എന്നും ഉണ്ടാവും, -50 ഡിഗ്രി സെൽഷ്യസ് -25 ഡിഗ്രി സെൽഷ്യസ് എന്നും ഉണ്ടാവും. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. ഇൻ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ ഡാഷ് ഡിഗ്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, വെരി ഗുഡ്. പ്ലസ് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രിക്ക് ഇടയിലായിരിക്കും ബോഡി അവിടെ സൂക്ഷിക്കുന്നത്. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മളത് പറഞ്ഞു, ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ ബോഡിയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് ബോഡിയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഈ ടെമ്പറേച്ചറിൽ ബോഡി സൂക്ഷിച്ചു വെക്കാം. ഇത് നെഗറ്റീവ് ടെമ്പറേച്ചറിൽ എങ്ങനെയാ? ബോഡി പൂർണ്ണമായിട്ടും ഫോസൺ മരവിച്ചിരിക്കും. അപ്പൊ ഡീക്കേ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തടയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് പോസ്റ്റ്മോർട്ടം റൂമാണ്.
പോസ്റ്റ്മോർട്ടം റൂം. ആരെങ്കിലും കയറിയിട്ടുണ്ടാവും പോസ്റ്റ്മോർട്ടം റൂമില്? മോർച്ചറി കയറിയിട്ടുണ്ടാവും അല്ലെ? പോസ്റ്റ്മോർട്ടം റൂമിലേക്ക് നമുക്ക് കയറേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും അങ്ങനെ കയറ്റില്ല. നോക്കിയേ, പോസ്റ്റ്മോർട്ടം റൂം. ദ പോസ്റ്റ്മോർട്ടം റൂം ഈസ് treated to like an operation theatre in all technically. ഇത് ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ശരിക്കും പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്. എന്താ വ്യത്യാസമുള്ള? ഓപ്പറേഷൻ തിയേറ്ററിൽ ജീവനുള്ള ഒരാളെയാണ് കീറി മുറിക്കുന്നത് അല്ലെ? എന്നാ പോസ്റ്റ്മോർട്ടം ഡെഡ് ബോഡീനെയാണ് കീറി മുറിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസമുള്ളൂ അല്ലെ? ഇത് ശരിക്കും എന്താ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റൂം. The major difference between mortuary and operation theatre that in OT, utmost care is required to avoid outside infection that enters inside. Okay, അപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററും നമ്മുടെ മോർച്ചറിയും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താ പറഞ്ഞേക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ? ദാറ്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ, അങ്ങേയറ്റം എന്നാണ് കേട്ടോ. അറ്റ്മോസ്റ്റ്, ATMOST, ഏറ്റവും, അങ്ങേയറ്റം. ഇൻ ഓപ്പറേഷൻ തിയേറ്റർ OT, അറ്റ്മോസ്റ്റ് കെയർ ഈസ് റിക്വയർഡ്. അവിടെ എന്താ? നല്ല കെയർ വേണം അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഡെഡ് ബോഡി ചെയ്യണോന്ന് ചെയ്യാൻ പറ്റൂല അല്ലെ? ജീവനുള്ള ഒരാളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ നല്ല അങ്ങേയറ്റം നമ്മൾ കെയർ കൊടുക്കണം. കെയർ ഈസ് റിക്വയർഡ്, അറ്റ്മോസ്റ്റ് കെയർ ഈസ് റിക്വയർഡ് ടു അവോയ്ഡ് ഔട്ട്സൈഡ്. എന്തിനു വേണ്ടിയിട്ടാ? ടു അവോയ്ഡ്. അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ തടയുക എന്നുള്ള മീനിങ്, പ്രിവെന്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. AVERT, പ്രിവെന്റ് ചെയ്യുക, തടയുക. ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ ദാറ്റ് enters inside. എന്താ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യം? ഓപ്പറേഷൻ തിയേറ്ററിൽ പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻ ആ തിയേറ്ററിലേക്ക് വരാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ കൊടുക്കണം അല്ലെ? ഇൻഫെക്ഷൻ ഒന്നും പുറമേ നിന്നുള്ളതൊന്നും തിയേറ്ററിലേക്ക് വരാൻ പാടില്ല അല്ലെ? അപ്പൊ പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരും. സർജറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. എന്നാൽ നോക്കിയേ, ഈ മോർച്ചറിയിൽ എന്താ? ഈസ് നീഡഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻസൈഡ് ഇൻഫെക്ഷൻ ഡസ് നോട്ട് സ്പ്രെഡ് ഔട്ട്സൈഡ്. അപ്പോ മോർച്ചറിയിൽ എന്താ? അകത്തുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കണ്ടോ? അതാണ് അകത്തു നിന്നുള്ള ഇൻഫെക്ഷൻ. അപ്പൊ ഡെഡ് ബോഡിയാണ് അല്ലെ? അപ്പൊ കുറച്ച് ഇൻഫെക്ഷൻ ഒക്കെ ഇതാവാം. അപ്പൊ അങ്ങനെയുള്ള ആ മോർച്ചറിയുടെ അകത്ത് അകത്തു നിന്നുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നോക്കണം. എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ അകത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നോക്കണം. അതാണ് ആ ഡിഫറൻസ് പറഞ്ഞേക്കണേ. രണ്ടും എന്താ? ഈ മോർച്ചറി എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്. ഒരെണ്ണം ജീവനുള്ള ആൾക്കാരുടെ ബോഡി എക്സാമിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മറ്റേത് ഡെഡ് ബോഡിയിലാണ് ചെയ്യുന്നുള്ളൂ. ആ ഡിഫറൻസ് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് വരാതിരിക്കാനായിട്ട് അങ്ങേയറ്റം ശ്രദ്ധിക്കണം. മോർച്ചറിയിലാകുമ്പോ മോർച്ചറിയുടെ അകത്തുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. ക്ലിയർ ആയ ഡിഫറൻസ്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഏഴാമത്തെയാണ് ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിങ്. ഇപ്പൊ ഈ ഡെഡ് ബോഡീനെ സംബന്ധിച്ച റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ, അത് കീപ്പ് ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം വേണം. ഓക്കെ, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള റെക്കോർഡ് സാധനങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അതെല്ലാം സൂക്ഷിച്ചു വെക്കാനും അതിന്റെ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം വേണം. പിന്നെ ഡോക്ടർമാർക്ക് ഇരിക്കാനുള്ള ഡോക്ടേഴ്സ് റൂം വേണം. പിന്നെ സ്റ്റോർ റൂം എന്താ? സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? എക്യുപ്മെന്റ്സ്, ഇപ്പൊ സ്പിരിറ്റ്, അങ്ങനെ ബോഡി നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോർ റൂം വേണം. പിന്നെ നോക്കിയേ, റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റന്റ്. ടെക്നീഷ്യനും അസിസ്റ്റന്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു റൂം വേണം. പിന്നെ ചേഞ്ചിങ് റൂം വേണം, ഡ്രസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ചേഞ്ചിങ് റൂം വേണം. ടോയ്ലറ്റ് വേണം.
അവിടുത്തെ അസിസ്റ്റന്റിനും ഒക്കെ നമുക്ക് ടോയ്ലറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റ് വേണം. അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫങ്ഷണൽ ഏരിയ 12 എണ്ണം പഠിക്കാണ്ട് അതിന്റെ പേരുകളുടെ ഫങ്ഷണൽ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഈ 12 എണ്ണത്തിന്റെ പേരും നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ഏതൊക്കെയാണ്? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, പിന്നെ ഒരു റിസപ്ഷൻ വേണം എന്ന് പറഞ്ഞു, പിന്നെ ട്രോളികളൊക്കെ വെക്കാനായിട്ട് ട്രോളി ബേ വേണം, പിന്നെ വിസിറ്റേഴ്സിന് റിലേറ്റീവ്സിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ വേണം, പിന്നെ ബോഡി സൂക്ഷിക്കാനായിട്ട് സ്റ്റോറേജ് ചേംബറുകൾ വേണം, പിന്നെ ഓഫീസ് റൂം വേണം, പിന്നെ ഡോക്ടേഴ്സ് റൂം വേണം, സ്റ്റോർ റൂം വേണം, റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റന്റ് അവർക്കുള്ള റൂം വേണം, ഒരു ചേഞ്ചിങ് റൂം വേണം, ടോയ്ലറ്റ് വേണം. ക്ലിയർ ആയോ? ഓക്കെ, 12 എണ്ണം ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ക്ലിയർ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് പലതരത്തിലുള്ള മോർച്ചറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് മോർച്ചറി. ഫസ്റ്റത്തെയാണ് വെയിറ്റിംഗ് മോർച്ചറി. പിന്നെ അടുത്ത ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ട്, പിന്നെ പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്ന പ്രൈവറ്റ് മോർച്ചറി ഉണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള മോർച്ചറി നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റത്തെയാണ് വെയിറ്റിംഗ് മോർച്ചറി. Waiting mortuary. Okay, a waiting mortuary is mortuary building planned specifically for the purpose affirming. Affirming എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, ഉറപ്പാക്കുക. Affirming that deceased person. Deceased person എന്ന് പറഞ്ഞാൽ deceased person മരിച്ച വ്യക്തി, അല്ലെ? മരണപ്പെട്ട ആ വ്യക്തി. Truly dead. ഇപ്പൊ എന്തിനാ വെയിറ്റിംഗ് മോർച്ചറി? ഇതെന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് ആണ്. എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാ? മരിച്ച വ്യക്തി ശരിക്കും യഥാർത്ഥമായിട്ട് അല്ലെങ്കിൽ ട്രൂ ആയിട്ട് എന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ട് മരിച്ചു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളത്. അപ്പൊ അതുവരേക്കും ആ ബോഡി അവിടെ കിടത്തും. അപ്പൊ മരിച്ച വ്യക്തി മരിച്ചു എന്ന് ഉറപ്പാക്കുന്നത് വരേക്കും ബോഡി സൂക്ഷിച്ചു വെക്കാനാണ് വെയിറ്റിംഗ് മോർച്ചറി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ തന്നെ ചോദിക്കാട്ടോ. Dash is a mortuary building planned specifically for the purpose affirming that deceased person are truly dead. മരിച്ച വ്യക്തി മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി, അപ്പൊ അത്രയും ആ ഉറപ്പാക്കുന്നത് വരേക്കും നമുക്ക് ബോഡി സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു അതാണ് ഒരു പർപ്പസ്. Specifically for the purpose of affirming that deceased person are truly dead. മരിച്ച വ്യക്തി യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് വരേക്കും ബോഡി സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അവിടെ അടുത്ത പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ് ഓഫ് വെരിഫൈയിങ് ഡെത്ത് പീപ്പിൾ ഫിയർഡ് ദാറ്റ് ദേ വുഡ് ബി ബറീഡ് ലൈവ്. കണ്ടോ? അതായത് ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ് ഓഫ് വെരിഫൈയിങ് ഡെത്ത്. നമ്മൾ എങ്ങനെയാ ഡെത്ത് വെരിഫൈ ചെയ്യണേ? എങ്ങനെയാ ഡെത്ത് വെരിഫൈ ചെയ്യാ? അപ്പൊ വീട്ടിലാണെങ്കിലും മരിച്ചു കഴിഞ്ഞാല് മരണം നമ്മൾ എങ്ങനെ സ്ഥിരീകരിക്കുക? എങ്ങനെ? മോഡേൺ മെത്തേഡ് ഡോക്ടറിനെ വിളിക്കും അല്ലെ? എന്നിട്ട് ഡോക്ടർ വന്നിട്ട് നമുക്ക് ഡോക്ടർ നോക്കും, ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കും, കയ്യിലൊക്കെ പിടിച്ച് നാടിയൊക്കെ നോക്കും അല്ലെ? ഹൃദയമിടിപ്പുണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെ നമുക്ക് പൾസ്, ഓക്കെ, പൾസ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ, അങ്ങനെ ഉറപ്പിക്കാം. എന്നാൽ പണ്ട് കാലത്ത് വെച്ചാൽ ഇപ്പൊ ഈ മോഡേൺ മെത്തേഡ്, ഇപ്പൊ ഈ ഒരു രീതി, ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരിച്ചോ എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇന്നത്തെ പോലെ ഒന്നുമല്ല. പണ്ടൊക്കെ നോക്കിയ ഡോക്ടർ വന്ന് നോക്കുന്നൊന്നുമില്ല. അപ്പൊ മരിച്ച ആള് ശരിക്കും മരിച്ചോന്ന് തന്നെ എന്താ പറയാ അവര് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ അവർക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അതായത് പീപ്പിൾ ഫിയർ ദാറ്റ് ദേ വുഡ് ബി ബറീഡ്. അവരെ ജീവനോടുകൂടി കുഴിച്ചിടോ ബറി ചെയ്യോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇതാണ് മരണം സ്ഥിരീകരിക്കാനുള്ള ശരിക്കും മോഡേൺ മെത്തേഡുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുന്നേ ആളുകൾ ഭയപ്പെട്ടിരുന്നു. എന്താ? അവരെ ജീവനോടുകൂടി സംസ്കരിക്കുമെന്ന് ആളുകൾ പേടിച്ചിരുന്നു. അപ്പൊ ആ ഒരു പേടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ടു ലെസൺ സച്ച് ഫിയേഴ്സ്, ലെസൺ എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കുക. ആ ഒരു പേടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ദ ലേറ്റ്ലി ഡിസീസ്ഡ് were
housed for a time in waiting mortuary. അപ്പൊ ആ പേടി അവർക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്തു? ആ മരിച്ച ആളില്ലേ അയാളെ കുറെ ആ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. where attendants would watch for sign of life. അവിടെ അറ്റൻഡന്റ്മാര് എന്ത് ചെയ്യുന്നു? അവര് എന്നിട്ട് ആ ബോഡി വാച്ച് ചെയ്യും. എന്തെങ്കിലും ജീവന്റെ അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് അറ്റൻഡന്റ്മാര് എന്ത് ചെയ്യുന്നു? ആ ബോഡി വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ അവരെ ശരിക്കും മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. മരിച്ചു എന്ന് സംശയം, അത് മരിച്ചു എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പൊ അവർക്ക് പേടിയാണ്, ശരിക്കും മരിച്ചോ, ഇനി ജീവനോട് കൂടി കുഴിച്ചിടോ എന്നൊക്കെ ബെറി ചെയ്യോ എന്നുള്ളത് പേടിയുണ്ട്. അപ്പൊ ആ പേടി കുറയ്ക്കാൻ വേണ്ടി മരിച്ചു എന്നിങ്ങനെ ഒരു ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നേരെ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. അപ്പൊ വെയിറ്റിംഗ് മോർച്ചറിയില് അറ്റൻഡന്റ്മാരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അവിടെ ജീവന്റെ എന്തെങ്കിലും അടയാളം ഉണ്ടോ എന്നുള്ളത് അത് വാച്ച് ചെയ്യും. ആ ബോഡി വാച്ച് ചെയ്യും. ദ കോപ്സ് എന്ന് പറഞ്ഞാൽ കോപ്സ് ശവശരീരങ്ങള്, കോപ്സസ്, CORPSES. ഇപ്പൊ വെയിറ്റിംഗ് മോർച്ചറി ഉണ്ടോന്ന്? ഇപ്പൊ ഒന്നുമില്ല, അപ്പൊ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. നേരെ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടന്ന് വീട്ടിൽ കിടന്ന് മരിച്ച ഡോക്ടർ വന്നിട്ട് എന്താ മരണം സ്ഥിരീകരിക്കുന്നു, ബാക്കിയുള്ള നമ്മുടെ സംസ്കാര കാര്യങ്ങളൊക്കെ നോക്കുന്നു, സംസ്കരിക്കുന്നു. അത്രയേ ഉള്ളൂ. പണ്ടത്തെ കാര്യമൊക്കെ ആട്ടോ അവിടെ പറഞ്ഞേക്കുന്നത്. The corpse would be or allowed to decompose partially prior to burial. BURIAL. Burial എന്നാണ് കേട്ടോ അത്. Prior to burial. BURIAL. പിന്നെ corpse എന്ന് പറഞ്ഞാൽ ശവശരീരങ്ങള്. അത് എന്ത് ചെയ്യുന്നു? അപ്പൊ കുറച്ചു ദിവസമൊക്കെ അവരവിടെ കിടത്തും. പറഞ്ഞില്ലേ, വെയിറ്റിംഗ് മോർച്ചറിയിൽ കിടത്തും. എന്നിട്ട് അവിടെ അറ്റൻഡന്റ്മാര് അതൊന്ന് നിരീക്ഷിക്കും, എന്തെങ്കിലും ജീവന്റെ അടയാളം ഉണ്ടോ എന്നൊക്കെ നോക്കും. അപ്പത്തേക്ക് എന്ത് ചെയ്യും? ഈ ബോഡി പാർഷ്യലി ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അവര് ശരിക്കും അഴുകും. ശരി, അപ്പൊ ആ ബോഡി അങ്ങനെ അത്രയും ദിവസം അവിടെ കിടക്കൂലേ, അവര് നോക്കുമ്പോഴത്തേക്കും പകുതി അവര് ശരിക്കും ബെറി ചെയ്യുന്നതിന് മുന്നേ, അവര് സംസ്കാരം ചെയ്യുന്നതിന് മുന്നേ തന്നെ ബോഡി പകുതി പാർഷ്യലി ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നു. ഉണ്ടോ? സംസ്കാരത്തിന് മുന്നേ തന്നെ ആ ബോഡി ഭാഗികമായി അഴുകാൻ അനുവദിക്കും. ഡീകമ്പോസ് ചെയ്യാൻ ജീർണിക്കുക, പകുതിയൊക്കെ ജീർണിക്കാനാവും. അപ്പോഴാണ് അവര് എന്ത് ചെയ്യുന്നത്? സംസ്കരിക്കുന്നത്. ഓക്കെ, ആ വാക്ക് മാറ്റിയോ? ബെറിയൽ എന്നാക്കാട്ടോ. BURIAL. ബെറിയൽ. മനസ്സിലായോ? അപ്പൊ ആ ശവശരീരങ്ങള് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ സംസ്കാരത്തിന് മുന്നേ ഈ പാർഷ്യലി പകുതി ഒരു ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജിലാണ് അവരെടുത്ത് അത് സംസ്കരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അത് എനിക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. Dash is a mortuary building planned specifically for purpose of affirming that deceased person are truly dead. മരിച്ച വ്യക്തി യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് ഉറപ്പിക്കുന്നത് വരേക്കും ആ ബോഡി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, അതിനു വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ. ഇനി അടുത്തതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. അപ്പൊ എവിടെയായിരിക്കും അത്? ഹോസ്പിറ്റലിന്റെ ഉള്ളിലായിരിക്കും അല്ലെ. hospital mortuary എന്ന് പറയുന്നത്. A hospital mortuary is situated within a hospital, a care center, a hospice or a retirement homes. അപ്പൊ ഇതിന്റെ ഉള്ളില് കെയർ സെന്റർ അല്ലെങ്കിൽ ഹോസ്പിസ് സെന്റേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ. ഹോസ്പിസ് സെന്റേഴ്സ് എന്താ? ഏകദേശം പ്രായമൊക്കെ ആയി ഇങ്ങനെ നമ്മൾ വലിയ രോഗങ്ങളൊക്കെ വന്ന് മരിക്കും എന്ന് ഉറപ്പുള്ളവരെ നമ്മള് കെയർ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അവർക്ക് ഇനി മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. എങ്കിലും അവർക്കുടെ അവസാന നാളുകളിൽ അവർക്ക് എന്താ ട്രീറ്റ്മെന്റിനെ കൂടുതൽ എന്റർടൈൻമെന്റിനാണ് അവർക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇനിയുള്ള നാളുകൾ അവരെ സന്തോഷിപ്പിച്ച് ചെയ്യുന്ന അങ്ങനെ കെയർ കൊടുത്തുള്ള സെന്ററുകളാണ് ഹോസ്പിസ് സെന്റേഴ്സ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോംസ് എന്ന് പറയുന്നത്. റിട്ടയർമെന്റ് ഹോംസ്. അപ്പൊ അതിന്റെ ഒക്കെ ഉള്ളില് വരുന്ന മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇതിന്റെ ഹോസ്പിറ്റൽ
കെയർ സെന്റർ, എ ഹോസ്പിസ് ഓർ എ റിട്ടയർമെന്റ് ഹോംസ്. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ വരുന്ന, അതിന്റെ കീഴില് അതിന്റെ വരുന്ന മോർച്ചറിയാണ്. ഇറ്റ് എംപ്ലോയീസ് സാലറിഡ് പേഴ്സൺ കോൾഡ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. ഇതും ചോദിക്കാറുണ്ട് എക്സാമിന്, അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പൊ അവിടെ ഈ മോർച്ചറിയില്, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, സാലറിഡ് പേഴ്സൺ, അദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താണ്? മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ, അല്ലെങ്കിൽ മോർട്ടീഷ്യൻ എന്ന് പറയാം. ഹോസ്പിറ്റലില് ഈ മോർച്ചറിയില് വർക്ക് ചെയ്യുന്ന ആ പേഴ്സണിനെ വിളിക്കുന്നതാണ് മോർട്ടീഷ്യൻ. ഓക്കെ, അല്ലെങ്കിൽ പറയാം മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. ഹോസ്പിറ്റൽ മോർച്ചറി ആർ എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. ഇതെന്താ? ഒരു ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമാണ് ഈ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമാണ്, അതൊരു സർവീസ് ആയിട്ട്, അതിന്റെ ഭാഗമാണ് ഈ ഹോസ്പിറ്റൽ മോർച്ചറി. എ ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ് ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഓക്കെ, ഫോറൻസിക് പർപ്പസ്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ആണ് കേട്ടോ. പോസ്റ്റ്മോർട്ടത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ. ഡെലിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചുമതലപ്പെടുത്തുക. എന്തിനു വേണ്ടിയാണ് ഡെലിഗേറ്റ് ചെയ്തേക്കുന്നത്? ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ് ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഫോറൻസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോപ്സി സൈറ്റ് ആയിട്ട് ഹോസ്പിറ്റൽ മോർച്ചറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നമ്മൾ ഏതാണ്? ഫോറൻസിക് പർപ്പസിന് വേണ്ടിയുള്ള ഒരു ഓട്ടോപ്സി സൈറ്റ് ആയിട്ട് ഈ ഹോസ്പിറ്റൽ മോർച്ചറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഓരോ ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ടാകാം. അതിനോട് ചേർന്ന്, ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു സർവീസ്, ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറി സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ ഡാഷ് എന്നിട്ട് തന്നെ ചോദിക്കാം. എന്നിട്ട് ആ 3 ഓപ്ഷനും തരാം അവിടെ. ഡാഷ് ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോർച്ചറി എന്നാണെങ്കിലും ചോദിക്കാം. അങ്ങനെയാണെങ്കിലും ചോദിക്കാം. സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ, കെയർ സെന്റർ, എ ഹോസ്പിസ് ഓർ റിട്ടയർമെന്റ് ഹോം. എന്നിട്ട് ഓപ്ഷൻ തരാം. പ്രൈവറ്റ് മോർച്ചറി തരാം, ഹോസ്പിറ്റൽ മോർച്ചറി തരാം, വെയിറ്റിംഗ് മോർച്ചറി തരാം, നൺ ഓഫ് ദ എബോവ് തരാം. ഓക്കെ, പിന്നെ അതിനകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയിഡ് സാലറി പേഴ്സൺ എന്ന് പറയുന്നതാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് ഓർ മോർട്ടീഷ്യൻസ്. ഓക്കെ, ലാസ്റ്റ് ലൈന് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ് എന്തിനു വേണ്ടിയാ? ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസസ്. ഫോറൻസിക് ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടോപ്സി സൈറ്റ് ആയിട്ട് ഈ ഹോസ്പിറ്റൽ മോർച്ചറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. Okay, in rural areas where there are no burial facility nearby, a hospital may be receive the body of an individual who died outside its own vicinity for a feast. Okay, ഇനിയിപ്പോ നമ്മുടെ റൂറൽ ഏരിയയില്, ഗ്രാമപ്രദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ബറിയൽ എന്ന് വെച്ചാൽ ശവസംസ്കാരം അല്ലെ. അപ്പൊ അങ്ങനെ സംസ്കാരത്തിനുള്ള ഇതൊന്നും അടുത്തില്ലെങ്കിൽ, ബറിയൽ ഫെസിലിറ്റി അടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഡെഡ് ബോഡി മാറ്റാൻ പറ്റും. അപ്പൊ അതിന്റെ ആ ഒരു ടൈമും കാര്യങ്ങളും നമുക്കിപ്പോ ഇന്ന് മരിച്ച് ഇന്ന് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കുറെ ദൂരത്തേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നാളത്തേക്കാണ് നമുക്ക് ബറി ചെയ്യാനുള്ള ഇതുള്ളൂങ്കിലൊക്കെ അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് നമുക്ക് മാറ്റാന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി in rural area where there are no burial facility nearby. ഗ്രാമപ്രദേശത്തൊക്കെ ബറി ചെയ്യാനുള്ള ഫെസിലിറ്റി അടുത്തില്ലെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറി ചെയ്യുന്നുണ്ട്, അവർക്കുടെ ബോഡി റിസീവ് ചെയ്യുന്നുണ്ട്.
the hospital mortuary may receive the body of an individual who died outside. പുറമെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലല്ല, ഇപ്പൊ പുറത്ത് മരിച്ച ആളുകളുടെ ബോഡി ആണെങ്കിലും ഒരു ചെറിയൊരു ഫീസോട് കൂടി. അപ്പൊ ഇപ്പൊ ഒരു ദിവസം ആ മോർച്ചറിയിൽ വെക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഫീസോട് കൂടി എന്ത് ചെയ്യാം, അവർക്ക് ആ ഹോസ്പിറ്റലുകാർക്ക് ആ ഒരു മോർച്ചറിക്ക് ഈ ബോഡി റിസീവ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ വെക്കാൻ പറ്റും. ഓക്കെ, വിസിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, അടുത്തെന്നുള്ള വേർഡാണ് കേട്ടോ. സമീപത്ത്, അടുത്ത്, പ്രിമിസിസ്. ഇപ്പൊ നമ്മുടെ റൂറൽ ഏരിയയില് റിയൽ ഫെസിലിറ്റി അടുത്തില്ല, കുറച്ച് ദൂരെയൊക്കെയാണ് എങ്കില് നമുക്ക് ഈ ഹോസ്പിറ്റൽ മോർച്ചറി അവര് ആ ഡെഡ് ബോഡി റിസീവ് ചെയ്യും. എന്താ, ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചതല്ലെങ്കിൽ പോലും പുറമേ നിന്നുള്ള ബോഡി ആണെങ്കിലും അവരൊരു ചെറിയ ഫീസോട് കൂടി ആ ബോഡി അവിടെ കീപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് പ്രൈവറ്റ് മോർച്ചറിയാണ്. അറിയാലോ, പ്രൈവറ്റ് മോർച്ചറി എന്ന പ്രൈവറ്റ് സ്ട്രക്ചർ, ഒരു പ്രൈവറ്റ് പാർട്ടി നടത്തുന്ന മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ എങ്ങനെയായിരിക്കും, അവിടെ കുറച്ചും കൂടി കാശായിരിക്കും അല്ലെ? പ്രൈവറ്റ് ഇതൊക്കെ ആവുമെന്ന് പറഞ്ഞാലും അവിടെ ബോഡി കീപ്പ് ചെയ്യണതിനൊക്കെ അവർക്കിടെയാണ് അവര് നിശ്ചയിക്കുന്നതാണ് അതിനുള്ള ഫീസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, a private mortuary is a private structure to receive remains waiting for burial or cremation. ശവസംസ്കാരത്തിന് ഇപ്പൊ നമുക്ക് പറയാട്ടോ, ഇത് നമുക്ക് എന്താ ഈ ശവസംസ്കാരത്തിനോ അല്ലെങ്കിൽ നമുക്ക് ആ ബറിയൽ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നതിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന, അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ബോഡീസ് നമുക്ക് ഈ പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോ ഒരു മോർച്ചറിയിലേക്ക് മാറ്റണം, 2 ദിവസം നമുക്ക് അവിടെ ബോഡി വെക്കണം, അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ റിസ്കില് നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക്, മൊബൈൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ശവസംസ്കാരത്തിനോ ദഹനത്തിനോ ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. It is mostly used in some cases of death at homes. എന്താ പറഞ്ഞേക്കണേ, അത് വീട്ടിലുണ്ടാകുന്ന ചില മരണങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ വെക്കാം, അവിടെ മോർച്ചറിയിൽ തന്നെ വേണമെങ്കിൽ വെക്കാം. ഇനി വീടുകളിൽ പറഞ്ഞില്ല, ആദ്യം വീടുകളിലൊക്കെ മരിച്ചു, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ റിലേറ്റീവ്സ് ഒക്കെ ഇത് ദൂരെയാണ്, അപ്പൊ അവര് വന്നവരേക്കും ഇപ്പൊ നമുക്ക് 2-3 ദിവസം വേണം ഇവിടെ എത്താണെങ്കിൽ 3 ദിവസം ഡെഡ് ബോഡി നമുക്ക് വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല്ലോ. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് നേരം ഈ പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ബോഡി മാറ്റാൻ പറ്റും. It is mostly used in some cases of death at home. വീടുകളിലുള്ള ചില മരണങ്ങളിലൊക്കെ നമുക്ക് ഈ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. Unlike a hospital mortuary, a private mortuary may not receive the body of an individual who died of certain infectious diseases. ശ്രദ്ധിച്ചേ, എന്നാൽ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അവിടെ കിടന്ന് മരിക്കണവരെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ അത് കുറച്ചും കൂടി അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് മാത്രമായിരിക്കും. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താ, പ്രൈവറ്റ് മോർച്ചറി may not receive the body of an individual who died of certain infectious diseases. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടൊക്കെ മരിക്കണ ആളുകളില്ലേ, അവർക്കുടെ ബോഡി ഒന്നും ഈ പ്രൈവറ്റ് മോർച്ചറി റിസീവ് ചെയ്യില്ല എന്ന് മനസ്സിലായോ? Private mortuary may not receive the body of individual who died of certain infectious diseases. എന്താ അവര് വാങ്ങാത്തെ? പ്രൈവറ്റ് മോർച്ചറിക്കാര് അതെന്താ വാങ്ങാത്തെ? അവര് ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല അല്ലെ? അവർക്കടെ സ്വന്തം ഇതിനകത്ത് നടത്തുന്നതാണ്, പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്.
അപ്പൊ വേറെ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇൻഫെഷ്യസ് ഡിസീസ് ആയിട്ട് മരിച്ച് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ബോഡി അതിലേക്ക് മാറ്റി അവിടെ നിന്ന് വലിയ ഇൻഫെക്ഷൻ ഒക്കെ ആവോ, അത്രയും റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രൈവറ്റ് മോർച്ചറി ഇങ്ങനെ ഇൻഫെഷ്യസ് ആയിട്ടൊക്കെ ഇൻഫെക്ഷൻ മൂലം മരണമടഞ്ഞ ആ വ്യക്തികളുടെ ബോഡി ഒന്നും അവര് സ്വന്തം റിസ്കില് അവര് റിസീവ് ചെയ്യില്ല എന്ന്. ഓക്കെ അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ? പബ്ലിക്കിന്റെ സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പ്രൈവറ്റിന്റെ നമ്മുടെ സ്വന്തം മുതൽ നമുക്കൊരു ഇച്ചിരി ഇതുണ്ട് അല്ലെ? നമ്മളും അങ്ങനെയല്ലേ? നമ്മുടെ സ്വന്തം സാധനങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കും ഇല്ലേ? പബ്ലിക് ആണെങ്കിൽ നമുക്ക് പിന്നെ അത്രയും ഇതില്ലല്ലോ. അതുപോലെ തന്നെ പ്രൈവറ്റ് മോർച്ചറിക്കാരും അങ്ങനെ തന്നെ അവര് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷസ് ഡിസീസ് ഒക്കെ വന്നിട്ടുള്ള കേസുകളിൽ ഡെഡ് ബോഡി ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ വരുമോന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള ബോഡി ഒന്നും റിസീവ് ചെയ്യുന്നില്ല. ഇനി നോക്കിയേ, ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോംസുകളാണ് നടത്തുന്നത്. എന്താണ് ഫ്യൂണറൽ ഹോം എന്ന് പറയുന്നത്? എന്താ ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ശവസംസ്കാര ഭവനങ്ങൾ, മലയാളമാണ് കേട്ടോ. ഫ്യൂണറൽ ഹോംസ് ശവസംസ്കാര ഭവനങ്ങള്. അതായത് ഒരാള് മരിച്ചത് മുതൽ അവരുടെ സംസ്കാര ചടങ്ങ് വരെയും എല്ലാ സർവീസും ചെയ്തു കൊടുക്കുന്നതാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ഓക്കെ, മരിച്ചത് മുതല് അവരുടെ ബാക്കി എല്ലാ പരിപാടികളും അവരെ ദഹിപ്പിക്കുന്നത് വരെയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. മരിച്ചവരെ അടക്കം ചെയ്യാനോ ശവസംസ്കാരത്തിനോ തയ്യാറാക്കിയൊക്കെ ശവസംസ്കാരം നടത്തുന്ന സ്ഥലമാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. അവിടെ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോട്ടോ. എക്സാമിന് ചോദിക്കൂല, ഫ്യൂണറൽ ഹോംസ് എന്താണെന്നൊന്നും ചോദിക്കൂല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഒന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഫ്യൂണറൽ ഹോംസ്, funeral homes, a place where WHERE, a place where the dead are dead are prepared, PREPARED, prepared for burial, BURIAL, burial or cremation, 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 burial or cremation, and funerals are held. Funerals, FUNERALS, funerals are held. Funerals are held, a place where the dead are prepared for burial or cremation and funerals are held. മരിച്ചവരെ അടക്കം ചെയ്യാനോ ശവസംസ്കാരത്തിനോ തയ്യാറാക്കി ആ ഒരു ശവസംസ്കാരം നടത്തുന്ന സ്ഥലമാണ്. അതായത് മരിച്ചത് മുതല് അവരെ അവരെ സംസ്കാരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. അതായത് ഈ ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ ഫ്യൂണറൽ ഹോംസ് ഈ ശവസംസ്കാര ഭവനങ്ങള്, മലയാളമാണ് കേട്ടോ, പ്യുവർ മലയാളം ഞാൻ പറഞ്ഞത്. ശവസംസ്കാര ഭവനങ്ങളാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്തുണ്ടാകും? അവർക്കുടെ കീഴിൽ ഒരു പ്രൈവറ്റ് മോർച്ചറി ഉണ്ടാകും. മനസ്സിലായോ? ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ പ്രൈവറ്റ് മോർച്ചറി ഉണ്ടാകും. അപ്പൊ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പൊ നമുക്ക് മോർച്ചറിയിൽ അത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് സൂക്ഷിക്കാം.
ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ തന്നെ മോർച്ചറി, ഈ പ്രൈവറ്റ് മോർച്ചറി അവര് ഫ്യൂണറൽ ഹോംസിന്റെ ഭാഗമായിട്ടാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറിയും. അതായത് ഓരോ ഫ്യൂണറൽ ഹോംസിനും ഒരു പ്രൈവറ്റ് മോർച്ചറി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ദഹിപ്പിക്കാനൊക്കെ ഇത് ചെല്ലോ ഇതൊക്കെ ആണെങ്കിലും അവർക്ക് വേണമെങ്കിൽ ബോഡി നമുക്ക് 2 ദിവസം കൂടിയൊക്കെ അവിടെ കീപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാം. അപ്പൊ 2 ഗുണമുണ്ട്. എന്താ, പ്രൈവറ്റ് മോർച്ചറിയിൽ വെക്കുകയാണെങ്കിൽ ആ പൈസയും അവർക്ക് മേടിക്കാം, ശവസംസ്കാരത്തിനുള്ള കാര്യങ്ങൾ വേണം അവര് പറയാണ് അതുകൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കാം. കണ്ടോ, 2 in 1 ആണ്, 2 സർവീസ് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അവർക്ക് അത്രയും കാശ് കിട്ടൂലേ. പ്രൈവറ്റ് മോർച്ചറിയുടെ ഇതാണ് ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ വെക്കാം. ഇപ്പൊ ബിസിനസ് ആണ്, ശരിയാണ്. സഫീർ അവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എല്ലാം ബിസിനസ് ആണ് അല്ലെ. അപ്പൊ നമ്മള് കുറച്ചു നേരം കൂടി ഇപ്പൊ നമ്മള് പറയാണ്, ഇപ്പൊ നമ്മളൊരു ഫ്യൂണറൽ ഹോംസിൽ നമ്മള് ദഹിപ്പിക്കാനായിട്ട് നമ്മൾ ചെല്ലുന്നിട്ട് പറയാണ് അയ്യോ ഇനിയിപ്പൊ ഇന്നത്തേക്ക് ഇതില്ല, നാളത്തേക്ക് ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ മിക്കവാറും നമ്മൾ വിളിച്ച സമയം നോക്കിയിട്ടാണ് ബോഡി കൊണ്ടുപോകുന്നത്. ഇപ്പൊ അഥവാ നമുക്ക് ചെന്നിട്ട് വന്നിട്ട് പറ്റിയില്ലെങ്കിൽ അവർക്ക് തന്നെ പ്രൈവറ്റ് മോർച്ചറി ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നേരെ അങ്ങോട്ട് മാറ്റാം അല്ലെ. ഒരു ദിവസം ആ ബോഡി പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണെങ്കിലും അവർക്ക് അതിന്റെ കാശ് മേടിക്കാൻ പാടില്ലേ അല്ലേ. അപ്പൊ ഒരു ബിസിനസ് പോലെ തന്നെ ശരിക്കണം. അപ്പൊ ആ ഒരു ഇതും കൂടിയും അവർക്ക് കിട്ടും. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. എല്ലാം ബിസിനസ് മയമാണ് ഇപ്പോൾ, ശരിയാണ്. എല്ലാം ബിസിനസ് ആണ്. അല്ലാതെ ആൾക്കാരെ നന്നാക്കാനും സേവിക്കാനും ഒരു സർവീസ് എന്ന് വെറുതെ പേര് മാത്രമേ ഉള്ളൂ അല്ലെ. എല്ലാവർക്കും പൈസയാണ് കാര്യം, തട്ടിപ്പും വെട്ടിപ്പും ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലായിടത്തും. നമ്മൾ ജീവിക്കുന്ന ഒരു ഇത് അങ്ങനെയാണ്. ഓക്കെ, പ്രൈവറ്റ് മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ സർവീസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. എന്താ പറഞ്ഞേക്കണേ, ഫ്യൂണറൽ ഹോംസിന്റെ ഒരു ബാഹ്യ, ഒരു എക്സ്റ്റേണൽ സർവീസ്, ഒരു ബാഹ്യ സർവീസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പ്രൈവറ്റ് മോർച്ചറിനെ കണക്കാക്കാന്ന്. ഓക്കെ, പ്രൈവറ്റ് മോർച്ചറിയില് നമുക്ക് എന്താ, ഫ്യൂണറൽ ഹോംസിന്റെ ഒരു സർവീസ് ആണ് അവര് നടത്തുന്ന ഒരു സർവീസ് എന്ന് പേരുള്ളൂ. അവിടെ എന്ത് ചെയ്യും, അവർക്ക് അതിന് കാശ് കിട്ടും. സർവീസ് മാത്രമല്ല, സർവീസ് ആണ് ഈ ഫ്രീ ആയിട്ട് വെക്കുന്നത് അല്ലെ. അവര് ഫ്രീ ആക്കി വെക്കാൻ സമ്മതിക്കോ പ്രൈവറ്റ് മോർച്ചറി? അല്ല, ഒരു ദിവസം വെക്കണമെങ്കിൽ അവർ ഇത്ര പൈസ എന്ന് പറഞ്ഞ് കണക്ക് പറഞ്ഞ് മേടിക്കുക കാശ് അല്ലെ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, ഫ്യൂണറൽ ഹോംസിന്റെ ഒരു എക്സ്റ്റേണൽ സർവീസ്, ഒരു ബാഹ്യ സർവീസിന്റെ ഭാഗമാണ് ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, they come under the category either of funeral homes or funeral parlor. രണ്ടും ശരിയാട്ടോ. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാലും ഫ്യൂണറൽ പാർലർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇതെല്ലാം അതിന്റെ കീഴിൽ വരുന്നതാണ്. They come under private mortuary. They come under the category either of funeral home അല്ലെങ്കിൽ funeral parlor. ഇതെല്ലാം പരസ്പരം റിലേറ്റ് ചെയ്തായിരിക്കുന്നത്, കണക്ട് ചെയ്തിട്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് 3 ടൈപ്പ് മോർച്ചറിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി കുറച്ചുള്ളൂ. ഇനി ഓട്ടോപ്സി ഉണ്ട്, നമുക്ക് ML ഓട്ടോപ്സി, ഇത് കുറച്ചും കൂടി ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാവുന്നേ ഉള്ളൂ ഈ ചാപ്റ്റർ. അത് കഴിഞ്ഞ ഒരു ചാപ്റ്ററും കൂടി വരുന്നുണ്ട്, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ചേ പറഞ്ഞോളൂ. 6 ഫങ്ഷണൽ ഏരിയ അല്ല, അതിനകത്ത് 12 മൊത്തത്തില് 12 ഫങ്ഷണൽ ഏരിയാസ് പറഞ്ഞു അല്ലെ. ഫങ്ഷണൽ ഏരിയകൾ 12 പറഞ്ഞു. പിന്നെ ടൈപ്പ് ഓഫ് മോർച്ചറി 3 തരം. വെയിറ്റിംഗ് മോർച്ചറി, അത് പേര് പോലെ തന്നെ മരിച്ചെന്ന് വരെ ഉറപ്പാക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബോഡി സൂക്ഷിക്കുന്നത്, ഉറപ്പായിട്ട് മരണം സ്ഥിരീകരിക്കുന്നത് വരെ ബോഡി കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഹോസ്പിറ്റലിന്റെ കീഴിൽ വരുന്ന മോർച്ചറി, പിന്നെ പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്ന മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഒരുപാട് സ്പീഡ് ഒന്നുമില്ല, നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോ അത് ഒരുപാട് സ്പീഡിൽ പോകണ്ടെങ്കിൽ കുറച്ച് ടോപ്പിക് അല്ലേ ഉള്ളൂ, തീരാറൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ.